കേരള രാഷ്ട്രീയത്തിലും സാമൂഹിക രംഗത്തും സിനിമാ താരങ്ങൾക്കുള്ള സ്വാധീനം വളരെ വലുതാണ്. താരങ്ങളുടെ നിലപാടുകളും പ്രവർത്തികളും പൊതുസമൂഹത്തിൽ വലിയ ചർച്ചാ വിഷയമാകാറുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വോട്ട് രേഖപ്പെടുത്താൻ പ്രമുഖ സിനിമാ താരങ്ങൾ എത്തുന്നതും അവരുടെ രാഷ്ട്രീയ പ്രതികരണങ്ങളും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു. എന്നാൽ മലയാളത്തിന്റെ എക്കാലത്തെ മഹാനടന്മാരിൽ ഒരാളായ മമ്മൂട്ടിക്ക് വോട്ട് രേഖപ്പെടുത്താൻ സാധിക്കാതെ പോയ സംഭവം ഓരോ പൗരനും തങ്ങളുടെ വോട്ടവകാശം ഉറപ്പുവരുത്തുന്നതിലെ നിയമപരമായ ശ്രദ്ധയുടെ പ്രാധാന്യം അടിവരയിടുന്നു. ഒരു വശത്ത് മമ്മൂട്ടിയുടെ അസാന്നിധ്യത്തിന്റെ ചർച്ചകൾ നടക്കുമ്പോൾ മറുഭാഗത്ത് നടനായ സുരേഷ് ഗോപി നടത്തിയ രാഷ്ട്രീയ പ്രവചനം തിരഞ്ഞെടുപ്പിന് കൂടുതൽ ചൂട് പകർന്നു. മലയാള സിനിമാ ലോകത്തെ അതികായനായ മമ്മൂട്ടി പൊതുവെ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും കൃത്യമായി വോട്ട് രേഖപ്പെടുത്താൻ സമയം കണ്ടെത്തുന്ന വ്യക്തിയാണ്. താനൊരു രാഷ്ട്രീയ പാർട്ടിയോടും വ്യക്തമായ അടുപ്പം പ്രകടിപ്പിക്കാറില്ലെങ്കിലും ജനാധിപത്യ പ്രക്രിയയിൽ പങ്കുചേരുക എന്നത് ഒരു പൗരന്റെ കടമയാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. എന്നാൽ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാനായില്ല എന്നത് ഏറെ ശ്രദ്ധേയമായി. മമ്മൂട്ടിയും കുടുംബവും പനമ്പള്ളി നഗറിൽ നിന്ന് എറണാകുളത്തേക്ക് താമസം മാറിയതാണ് വോട്ട് നഷ്ടപ്പെടാൻ കാരണം. പുതിയ സ്ഥലത്തേക്ക് താമസം മാറിയപ്പോൾ വോട്ടർ പട്ടികയിൽ പേര് മാറ്റുന്നതിനോ ചേർക്കുന്നതിനോ ഉള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കാതെ പോയതാണ് അദ്ദേഹത്തിന് തിരിച്ചടിയായത്. മമ്മൂട്ടിയുടെ ഭാര്യ സുൽഫത്തിന്റെ പേര് പഴയ താമസ സ്ഥലമായ പനമ്പള്ളി നഗറിലെ വോട്ടർ പട്ടികയിൽ നിലനിർത്തിയിട്ടുണ്ട്. ഒരു സാധാരണ വോട്ടർക്ക് സംഭവിക്കാവുന്ന ഈ പിഴവ് ഒരു വലിയ താരത്തിന് സംഭവിച്ചപ്പോൾ അതിന്റെ സാമൂഹിക പ്രത്യാഘാതം വലുതാണ്. നിരവധി വിഷയങ്ങളിലേക്ക് ഇത് ശ്രദ്ധ ക്ഷണിക്കുന്നു. വോട്ടവകാശം എന്നത് ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശമാണ്. എന്നാൽ അത് ഉപയോഗിക്കാൻ സാധിക്കണമെങ്കിൽ വോട്ടർ പട്ടികയിൽ പേര് കൃത്യമായി ചേർത്തിരിക്കണം. താമസം മാറുമ്പോൾ വോട്ടർ പട്ടികയിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് കൂടുതൽ അവബോധം നൽകേണ്ടതും അത്യാവശ്യമാണ്. ഒരാൾക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെടുന്നത് വ്യക്തിഗത നഷ്ടം മാത്രമല്ല, അത് ജനാധിപത്യ പ്രക്രിയയിൽ നിന്ന് ഒരു ശബ്ദം അകന്നു പോകുന്നത് കൂടിയാണ്. പ്രത്യേകിച്ച് താരങ്ങളെ പോലെ പൊതുജനങ്ങളെ സ്വാധീനിക്കാൻ കഴിവുള്ള വ്യക്തികളുടെ പങ്കാളിത്തം മറ്റുള്ളവർക്ക് പ്രചോദനമാകാറുണ്ട്. മമ്മൂട്ടിയുടെ ഈ അസാന്നിധ്യം തിരക്കിട്ട ജീവിതത്തിനിടയിൽ ഔദ്യോഗിക നടപടികളിൽ ഉണ്ടാകുന്ന വീഴ്ചകളെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. മമ്മൂട്ടിക്ക് വോട്ട് ചെയ്യാൻ സാധിക്കാതെ പോയതിന്റെ വാർത്തകൾക്കിടയിൽ നടനായ സുരേഷ് ഗോപിയുടെ സജീവ സാന്നിധ്യം അദ്ദേഹത്തിന്റെ ശക്തമായ രാഷ്ട്രീയ പ്രസ്താവനകളും ദേശീയ ശ്രദ്ധ നേടി. സുരേഷ് ഗോപി തിരുവനന്തപുരത്തെ ശാസ്താമംഗലം NSS സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. വോട്ട് ചെയ്ത ശേഷം മാധ്യമങ്ങളെ കണ്ട അദ്ദേഹം തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP വിജയിച്ച് തിലകം അണിയുമെന്ന് പ്രവചിച്ചു. ഈ പ്രവചനം കേവലം ഒരു ആത്മവിശ്വാസം എന്നതിലുപരി കേരളത്തിൽ പ്രത്യേകിച്ച് തലസ്ഥാനത്ത് വേരുറപ്പിക്കാനുള്ള BJPയുടെ ശ്രമങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. വികസനം ഉയർത്തിക്കാട്ടിയുള്ള BJPയുടെ പ്രചാരണം ജനങ്ങളിൽ അനുകൂല പ്രതികരണം സൃഷ്ടിച്ചുവെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. അടിസ്ഥാന വികസനത്തിനു വേണ്ട ഡിസൈൻ BJP നയിക്കുന്ന NDA സഖ്യത്തിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം വാദിച്ചു. തിരുവനന്തപുരത്ത് കേവല ഭൂരിപക്ഷമാണോ അതോ മികച്ച ഭൂരിപക്ഷമാണോ എന്ന് ജനങ്ങൾ തീരുമാനിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് കോർപ്പറേഷനിൽ അധികാരം പിടിച്ചെടുക്കുന്നതിനെ കുറിച്ച് പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്ന വലിയ പ്രതീക്ഷയുടെ പ്രതിഫലനമാണ്. രാഷ്ട്രീയ പ്രസ്താവനകളുടെ കൂട്ടത്തിൽ സുരേഷ് ഗോപി ശബരിമല വിഷയവും ഉയർത്തിക്കാട്ടി. ശബരിമല വിശ്വാസികൾ ഈ തിരഞ്ഞെടുപ്പിലും ശക്തമായി പ്രതികാരം വീട്ടുമെന്ന് അദ്ദേഹം പറഞ്ഞു. തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ പ്രാദേശിക വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നടക്കേണ്ടതെങ്കിലും ശബരിമല പോലുള്ള വൈകാരികവും വിശ്വാസപരവുമായ വിഷയങ്ങൾ ഇപ്പോഴും വോട്ടർമാരുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നുണ്ടെന്ന സൂചനയാണ് ഈ പ്രസ്താവന നൽകുന്നത്. കഴിഞ്ഞ ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ശബരിമല വിഷയം ഒരു പ്രധാന ചർച്ചാ വിഷയമായിരുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പുകളിലും ഇതിന്റെ അലകൾ ഉണ്ടാകുമെന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. ഒരു സിനിമാ താരം എന്നതിലുപരി രാഷ്ട്രീയ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ സുരേഷ് ഗോപി നടത്തുന്ന ഈ പ്രസ്താവനകൾക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ഇത് തിരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ എന്ത് സ്വാധീനം ചെലുത്തുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. മമ്മൂട്ടിക്ക് വോട്ട് ചെയ്യാനായില്ലെങ്കിലും മറ്റ് പ്രമുഖ താരങ്ങൾ കൃത്യസമയത്ത് ബൂത്തുകളിലെത്തി വോട്ടവകാശം വിനിയോഗിച്ചു. നടൻ ആസിഫ് അലി തൊടുപുഴയിലെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. യുവതലമുറയിലെ ഒരു താരം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ സജീവമായി പങ്കുചേരുന്നത് യുവ വോട്ടർമാർക്ക് പ്രചോദനമാകും. നടി ചിപ്പിയും ഭർത്താവ് രഞ്ജിത്തും ജവഹർ നഗർ LP സ്കൂളിലെ ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി. പൊതുസമൂഹത്തിൽ സ്വാധീനമുള്ള വ്യക്തികൾ വോട്ടവകാശം വിനിയോഗിക്കുമ്പോൾ അത് ജനാധിപത്യ പ്രക്രിയയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കും, കൂടുതൽ ആളുകളെ വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. പ്രാദേശിക ഭരണകൂടങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ തങ്ങളുടെ ചുറ്റുപാടുകളിലെ അടിസ്ഥാന ആവശ്യങ്ങളും വികസനവും മുന്നിൽ കാണേണ്ടതും അത്യാവശ്യമാണ്. ലോക്സഭ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് ലഭിക്കുന്ന പ്രാധാന്യം തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്ക് പലപ്പോഴും ലഭിക്കാറില്ല. എന്നാൽ ഒരു സാധാരണ പൗരന്റെ ദൈനംദിന ജീവിതത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഭരണകൂട തദ്ദേശ സ്ഥാപനങ്ങളാണ്. റോഡുകൾ, കുടിവെള്ളം, മാലിന്യ സംസ്കരണം, ആരോഗ്യ കേന്ദ്രങ്ങൾ, പ്രാദേശിക വിദ്യാഭ്യാസം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ എന്നിവയാണ്.
കേരളത്തിലെ അധികാര വികേന്ദ്രീകരണം മൂലം ഗ്രാമ-നഗര തലങ്ങളിലെ വികസന ഫണ്ടുകളും പദ്ധതികളും കൈകാര്യം ചെയ്യുന്നത് തദ്ദേശ സ്ഥാപനങ്ങളാണ്. അതിനാൽ നഗരത്തിന്റെയോ ഗ്രാമത്തിന്റെയോ പുരോഗതിക്ക് നേതൃത്വം നൽകാൻ കഴിവുള്ളവരെ തിരഞ്ഞെടുക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഈ തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി വികസനം മുഖ്യ വിഷയമായി ഉയർത്തിക്കാട്ടിയതിന്റെ കാരണവും ഇതാണ്. പ്രാദേശിക ഭരണസമിതിയുടെ കാര്യക്ഷമതയാണ് ജനങ്ങളുടെ ജീവിത നിലവാരം നിർണ്ണയിക്കുന്നത്. മലയാള സിനിമയിലെ പ്രമുഖ താരങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ഈ വാർത്ത തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പൗരാവകാശങ്ങളുടെ പ്രാധാന്യത്തെയും രാഷ്ട്രീയ നിലപാടുകളുടെ സ്വാധീനത്തെയും ഓർമ്മിപ്പിക്കുന്നു. മമ്മൂട്ടിയുടെ അസാന്നിധ്യം വോട്ടവകാശം ഉറപ്പുവരുത്തുന്നതിലെ സാങ്കേതിക നടപടികളെക്കുറിച്ച് എല്ലാവർക്കും ഒരു ഓർമ്മപ്പെടുത്തലാണ്. എന്നാൽ സുരേഷ് ഗോപിയുടെ സജീവ പങ്കാളിത്തവും അദ്ദേഹത്തിന്റെ ശക്തമായ രാഷ്ട്രീയ പ്രവചനങ്ങളും ഈ തിരഞ്ഞെടുപ്പിനെ കൂടുതൽ ആകർഷകമാക്കുന്നു. തങ്ങൾ ജനാധിപത്യത്തിൽ സജീവമായി ഇടപെടുന്നത് പൊതുജനങ്ങൾക്ക് പ്രചോദനമാകേണ്ടത് അത്യാവശ്യമാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പ് വെറും ഒരു രാഷ്ട്രീയ പോരാട്ടം മാത്രമല്ല, തങ്ങളുടെ പ്രദേശത്തിന്റെ ഭാവി നിർണ്ണയിക്കാനുള്ള അവസരം കൂടിയാണ് ഓരോ വോട്ടർക്കും നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ വോട്ടും വളരെ നിർണായകമാണ്. ഈ തിരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ തിരുവനന്തപുരത്ത് സുരേഷ് ഗോപി പ്രവചിച്ചതുപോലെ തിലകമണിയുമോ അതോ ജനവിധി മറ്റൊന്നാകുമോ എന്ന് കാത്തിരുന്ന് കാണാം.